ദൃശ്യം 1 തിരക്കഥ അതിശക്തം, 2 തിരക്കഥ മിതശക്തം. മൂന്നാം ഭാഗത്തിന്റെ ആലോചനാ വേളയിൽ തന്നെ സംവിധായകൻ ജീത്തു ജോസഫ് ലാലേട്ടനോട് പറഞ്ഞു ക്ലൈമാക്സ് മാത്രമേ കയ്യിലുള്ളൂവെന്ന്. ക്ലൈമാക്സ് ലാലേട്ടൻ കേട്ടു, ഇഷ്ടപ്പെട്ടു, ഷൂട്ടിംഗ് തുടങ്ങി, സിനിമ റിലീസായി. ഇന്നലെ സിനിമ കണ്ടപ്പോൾ വ്യക്തിപരമായി എനിക്ക് തോന്നിയ ഒരഭിപ്രായം, അന്നുമെന്നും ദൃശ്യം 3യുടെ ക്ലൈമാക്സ് മാത്രമാണ് ജീത്തുവിന്റെ കയ്യിൽ ക്ലാരിറ്റിയോടെ ഉള്ളതെന്ന്. ബാക്കിയെല്ലാം ദുർബലമായ രംഗങ്ങളുടെ ചേരുംപടി ചേർത്തുള്ള ഏച്ചുകെട്ടലുകൾ മാത്രം. ഏച്ചുകെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പഴമക്കാർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഈ സിനിമയുടെ ഇന്റർവെൽ ടൈമിന് പ്രധാന കഥാപാത്രത്തെ പ്ലേസ് ചെയ്ത് സിനിമയുടെ അതുവരെയുള്ള മൂഡിനെ മാറ്റി എലിവേറ്റ് ചെയ്യാൻ ജീത്തു ജോസഫ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇടവേള കഴിഞ്ഞും ചങ്കരൻ പിന്നെയും തെങ്ങിൽ തന്നെയാണ്. അവസാന 10-45 മിനിറ്റുകളാണ് സിനിമയുടെ ശക്തിദുർഗം. ആ സമയത്ത് ട്വിസ്റ്റുകളും ടേണുകളും ഉദ്വേഗഭരിതമായ സംഘർഷഭരിതമായ രംഗങ്ങളും കൊണ്ട് നിറച്ച് പ്രേക്ഷകനെ കയ്യിലെടുക്കാൻ സംവിധായകന് കൃത്യമായും വ്യക്തമായും സാധിക്കുന്നുണ്ടെങ്കിലും ദൃശ്യം സീരീസിൽ ഏറ്റവും ദുർബലമായ തിരക്കഥ ഏതെന്ന് ചോദിച്ചാൽ ഏറ്റവും ഒടുവിലത്തേണ്ടതാണെന്ന് നിസ്സംശയം ഞാൻ പറയും. ഓരോ സിനിമയ്ക്കും ഒരു ജാതകമുണ്ട്. ഈ സിനിമയുടെയും ജാതകഫലം വരും ദിനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പേഴ്സണലി സ്പീക്കിംഗ്, സിനിമയ്ക്ക് വിജയാശംസകൾ. നിർത്തുന്ന പ്രൊസസ്സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന റിക്വസ്റ്റോടെ.